ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ നോമ്പ് നമ്മളെ ക്ഷണിക്കുക വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായ നവീകരണത്തിലേക്കാണ്. വിശുദ്ധ നോമ്പ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും വർജനത്തിൻ്റെയും കാലയളവാണ്. പലതും വർജിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ നാവിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും നാവ് അടക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ തിരുവചനത്തിലൂടെ കണ്ടുകഴിയും. ഇനി മുതൽ നമ്മൾ കാണുക ഉദരത്തെ അടക്കുക എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്കെഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 തിരുവചനം ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുക. പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. 6 കാര്യങ്ങളിൽ വ്യാപരിക്കരുത് എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും കൂടി അത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക: പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപത, മദ്യാസക്തി, വിഷയാസക്തമായ കാര്യങ്ങൾ, കലഹം, അസൂയ എന്നിവയിലൊന്നും നമ്മൾ ഇന്നപ്പെടരുതെന്നാണ് പറഞ്ഞു വെക്കുക. സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ നിയന്ത്രിക്കുവാൻ നമ്മൾക്ക് ദൈവത്തോട്, നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് തന്നെ തീരുമാനമെടുക്കാം. അത് ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.